ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോ ഹീമറ്റോളജിയിൽ കോൺട്രാക്റ്റ് ബേസിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ മുഖാന്തരമാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 22/8/2019 9 മണി മുതൽ 10 മണി വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇപ്പോൾ ടെമ്പററി ബേസിസിലാണ് ആളുകൾ എടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 20/8/2019 ഒരു എക്സൽ ഷീറ്റ് ഉണ്ട്. ആ എക്സൽ ഷീറ്റിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കണം. estniih1310@gmail.com എന്ന് പറയുന്ന വിലാസത്തിലാണ് അയച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം 22/8/2019 അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതെല്ലാം തസ്തികകളാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകൾ മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നോക്കാം നമുക്ക് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് അത് അപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടാകും, ഒരാളെങ്കിലും അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടാൻ നിങ്ങൾ ഷെയർ കാരണം. ഒരു ജോബ് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഒരു ജോബ് ഇല്ലാതെ വലയുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം. സീനിയർ റിസർച്ച് ഫെലോ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. MSc in Life Science or Microbiology or Genetics or Molecular Biotechnology, Biochemistry with net qualification with 2-year research experience പറഞ്ഞിട്ടുണ്ട്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ മൊലാക്കുലർ ബയോളജി. ഏജ് ലിമിറ്റ് ബിലോ 28 years ആണ്. സ്റ്റൈപ്പൻഡ് വരുന്നത് ഈ തസ്തികയിലേക്ക് വരുന്ന സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ 28,000 പ്ലസ് 30% HRA കൂടി ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ വരുന്നത് സീനിയർ റിസർച്ച് ഫെലോ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് തന്നെ ഫസ്റ്റ് ക്ലാസ് ഇൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ബേസിക് സയൻസ്, ലൈഫ് സയൻസ് ഓർ ബയോടെക്നോളജി ഓർ ജെനറ്റിക്സ്. ഈ നേരത്തെ പറഞ്ഞ അതേ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിത്ത് നെറ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് 2-year റിസർച്ച് എക്സ്പീരിയൻസ്. ദ കാൻഡിഡേറ്റ്സ് എക്സ്പീരിയൻസ് ഇൻ മൊലക്കുലർ ബയോളജി വിൽ ബി പ്രിഫേർഡ്. എക്സ്പീരിയൻസ് ഇൻ മൊലക്കുലർ ബയോളജി തന്നെയാണ് ഇതിലേക്കും പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 28 വയസ്സാണ്. അപ്പർ ലിമിറ്റ് ഏറ്റവും മാക്സിമം ഏജ് ലിമിറ്റാണ് 28 വയസ്സ്. ഫസ്റ്റ് ജൂൺ 2019 വെച്ചായിരിക്കും നിങ്ങൾക്ക് ഏജ് കണക്കാക്കുന്നത്. 28,000 പ്ലസ് 30% HRA കൂടി ഇതിലേക്ക് ലഭിക്കുന്നതാണ്. MTS എന്ന തസ്തികയിലേക്ക് ലാബ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക, പ്ലസ് ലബോറട്ടറി വർക്കിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 15,800 ഇതിലേക്ക് വരുന്ന സാലറി. ഏജ് ലിമിറ്റ് ആണെങ്കിൽ 28 വയസ്സാണ്. മാക്സിമം ഫസ്റ്റ് ഓഗസ്റ്റ് 2019 വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത്. പിന്നെ വരുന്നത് ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികയിലേക്കാണ്. അതിലേക്ക് വരുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ MSc ഓർ BE ഓർ BTech അല്ലെങ്കിൽ ഈക്വലൻ്റ് ഡിഗ്രി വിത്ത് 55% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാസിംഗ് ഓഫ് നെറ്റ് ഓർ ഗേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. സ്റ്റൈപ്പൻഡ് വരുന്നത് 31,000 ഉണ്ടായിരിക്കുന്നതാണ്. പ്ലസ് HRA കൂടി ഉണ്ടായിരിക്കും. ഏജ് ലിമിറ്റ് അപ്പർ ഏജ് ലിമിറ്റ് 28 years ആണ്. ഫസ്റ്റ് ഓഗസ്റ്റ് 2019 വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത്. ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് വരുന്നത് 12th പാസ്, 12ാം ക്ലാസ് ഉണ്ടായിരിക്കുക, സയൻസ് സബ്ജക്റ്റ് ആയിരിക്കണം. ആൻഡ് 2-year ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DMLTയിൽ 2 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഓർ 1-year DMLT അല്ലെങ്കിൽ 1-year DMLT ഉണ്ടായിരിക്കുക, പ്ലസ് 2 വർഷത്തെ ലബോറട്ടറി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാലും മതി. സ്റ്റൈപ്പൻഡ് വരുന്നത് 18,000 രൂപയാണ്. സ്റ്റൈപ്പൻഡ് വരുന്നത് ഏജ് ലിമിറ്റ് ബിലോ 30 ആണ് ഏജ് ലിമിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമായിട്ടുള്ള എക്സൽ ഷീറ്റാണ്. ആ എക്സൽ ഷീറ്റും നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അത് രണ്ടും ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അത് പൂർണ്ണമായിട്ട് വായിച്ചതിന് ശേഷം എല്ലാ എക്സ്പീരിയൻസും ഉള്ളവർ മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതിരിക്കുക. പിന്നെ വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ്. അതിലേക്ക് ഇൻ്റർമീഡിയറ്റ് ഓർ 12th പാസ്, 12ാം ക്ലാസ് ഉണ്ടായിരിക്കും. അതിനോട് കൂടി ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 15,000 കീ ഡിപ്രഷൻസ് ഉണ്ടായിരിക്കുന്നത് പെർ ഹവർ. ഇപ്പോൾ 1 മണിക്കൂറിലാണ് ഇത്രയും ടൈപ്പിംഗ് സ്കില്ല് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അത് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ടെസ്റ്റ് ഓൺ കമ്പ്യൂട്ടർ പറഞ്ഞു. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലേക്ക് സ്റ്റൈപ്പൻഡ് 17,000 ആണ്. മന്ത്ലി 17,000 രൂപയായിരിക്കും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കാം.
ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 25 വയസ്സായിരിക്കും ഏജ് ലിമിറ്റ്. അപ്പർ ഏജ് ലിമിറ്റാണ് 25 വയസ്സ്. 1 ഓഗസ്റ്റ് 2019 കണക്കാക്കിയിട്ടായിരിക്കും ഇതിലേക്ക് ഏജ് കണക്കാക്കുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് ബി തസ്തികയിലേക്ക് വരുന്നത് +2 ഉണ്ടായിരിക്കുക. അതിനോടുകൂടി തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ഓർഗനൈസേഷനിലോ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാം. അതുപോലെ സ്പീഡ് ടെസ്റ്റ് 15,000 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറിൽ 15,000 കീ ഡിപ്രഷൻസ് കുറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ മുഖാന്തരമായിരിക്കും ടെസ്റ്റ് ചെയ്യാം. സ്റ്റൈപ്പൻഡ് വരുന്നത് 18,000 രൂപയാണ് സ്റ്റൈപ്പൻഡ്. ഏജ് ലിമിറ്റ് 28 വയസ്സാണ് ഏജ് ലിമിറ്റ്. 1 ഓഗസ്റ്റ് 2019 വെച്ചായിരിക്കും കണക്കാക്കുന്നത്. പിന്നെ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് വരുന്നത് +2 സയൻസ് സബ്ജക്റ്റ് വിത്ത് 2 ഇയർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DMLT ഓർ 1 ഇയർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DMLT ആൻഡ് 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ലാബ് ഓർ 2 ഇയർ ലബോറട്ടറി ഫീൽഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. 18,000 രൂപയാണ് മന്ത്ലി സ്റ്റൈപ്പൻഡ് വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 28 വയസ്സാണ്. 1 ജൂൺ 2019 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത്. പിന്നെ മെഡിക്കൽ സോഷ്യൽ വർക്ക് തസ്തികയിലേക്ക് MA ഇൻ സോഷ്യോളജി ഓർ MSW ഗ്രാജുവേറ്റ് വിത്ത് 2 ഇയർ ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് 2 ഇയർ എക്സ്പീരിയൻസ് ഇൻ മെഡിക്കൽ സോഷ്യൽ വർക്ക് ഓർ പബ്ലിക് ഹെൽത്ത്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഇൻ ട്രൈബൽ ഏരിയ, നോളജ് ഓഫ് ഹീമോഗ്ലോബിനോപ്പതീസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ജെനറ്റിക് കൗൺസിലിംഗ്. സ്റ്റൈപ്പൻഡ് വരുന്നത് 32,000 മന്ത്ലി വരുന്നത്. ഏജ് ലിമിറ്റ് ആണെങ്കിൽ 28 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ്. 1 ഓഗസ്റ്റ് 2019 വെച്ചായിരിക്കും കണക്കാക്കുക. പിന്നെ റിസർച്ച് അസോസിയേറ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് നോൺ മെഡിക്കൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ PhD ഇൻ അപ്ലൈഡ് ബയോളജി ഓർ ബയോടെക്നോളജി ഓർ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി ഓർ MTech വിത്ത് 3 ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ MTech. ബിലോ 35 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഇതിലേക്ക് ഇരുന്ന സാലറി എന്ന് പറഞ്ഞാൽ 36,000 ആണ് ഇതിലേക്ക് ഇരുന്ന സാലറി. പിന്നെ റിസർച്ച് അസോസിയേറ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് തന്നെ PhD ഇൻ അപ്ലൈഡ് ബയോളജി ഓർ ബയോടെക്നോളജി ഓർ ബയോകെമിസ്ട്രി മൈക്രോബയോളജി ഓർ MSc ഇൻ 3 ഇയർ ആഫ്റ്റർ MSc. റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ മൊളക്കുലർ ബയോളജി ടെക്നിക്സ്. അപ്പർ ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. അപ്പർ 1 ഓഗസ്റ്റ് 2019 കണക്കാക്കിയെടുക്കും ഏജ് കണക്കാക്കുന്നത്. 36,000 പ്ലസ് HR ഉണ്ടായിരിക്കും 10,800. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ Excel ഫോർമാറ്റാണ്. ഒന്നുമില്ലെങ്കിൽ താഴെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ www.niih.org.in എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ ICMRൻ്റെ വെബ്സൈറ്റ് www.icmr.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം. എക്സൽ ഷീറ്റാണ്. അത് ഇമെയിൽ ചെയ്ത് കൊടുക്കണം. estniih1310@gmail.com എന്ന് പറയുന്ന മെയിൽ ID-യിലേക്കാണ് മെയിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അത് ലഭിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 20/8/2019 ലഭിക്കേണ്ടത്. അപ്പോൾ ഇത് അയച്ചവർക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ പങ്കെടുക്കാം. 22/8/2019 9 മണി മുതലാണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക. ഇത് മുംബൈയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ടെമ്പററി ബേസിലായിരിക്കും ഇതിൻ്റെ അപ്പോയിൻമെൻ്റ് ആയിരിക്കുക. ഇത് മുംബൈയിൽ NIH പാരൽ മുംബൈ 400012 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം അതിൽ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതിന് അപ്ലൈ ചെയ്താൽ മതി. വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് താല്പര്യമുള്ളവർ താഴെ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ എക്സൽ ഷീറ്റും കൊടുക്കുന്നുണ്ട്. അത് വായിച്ചതിന് ശേഷം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഇമെയിൽ ID-യിൽ 20/8/2019 മുമ്പ് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പുതിയ ജോബ് അപ്ഡേറ്റ്സുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.